പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി തന്നെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുകയും യേശുവിന് വേണ്ടി വചനം പ്രഘോഷിച്ചുകൊണ്ട് നിറയെ ആത്മാക്കളെ നേടിയെടുക്കുവാനായിട്ട് നമ്മെ ഒരുക്കും. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം നമ്മോടൊപ്പം ഈ ലോകത്ത് തന്നെ ഉണ്ട്. യേശു തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കാം. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കാം. ക്രിസ്തു വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. തൻ്റെ ശരീരമാകുന്ന ബലിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ വെടുപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും ചെയ്യാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ അനുസരിച്ച് നാം സ്ഥിരോത്സരായിരിക്കണം. യേശുവിനോട് നമ്മൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. നമ്മുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ അവിടുന്ന് നമ്മൾക്ക് നൽകിയിരിക്കുന്ന രക്ഷ സ്വായത്തമാക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഉന്നതത്തിൽ നിന്നും ശക്തിയും ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. കൈകൾ ഉയർത്തി യേശു അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. തിരുസഭ ഇന്ന് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും സ്വർഗത്തെ സന്തോഷപ്പെട്ട് ജീവിക്കുവാനും യേശു സ്വർഗത്തിലോട്ട് പോയതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്വർഗത്തിലോട്ട് പ്രവേശിക്കുവാൻ ആയിട്ട് ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.